നമ്മളങ്ങനെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇറങ്ങിയേക്കാണ്. പോകുന്ന വഴി ഇതായി താജ്മഹൽ പള്ളിയുണ്ട്. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ കരുതി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഞങ്ങൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബേഡാ ബസാറിലാണ് നമ്മൾ പോയേക്കുന്നത്. അവിടെയാണ് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട ബ്രഷ് പെന്നും പിന്നെ ഈ ബുക്കൊക്കെ റോൾ ചെയ്യുന്ന ആ ഒരു പേപ്പറും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വൺ ഓഫർ ആയിരുന്നു കേട്ടോ. ഈ ബോട്ടിലൊക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. വാട്ടർ ബോട്ടിലായാലും പെൻസിൽ ബോക്സ് ആയാലും ഒരുപാട് കളക്ഷൻ. വെറും 59 രൂപ, 19 രൂപ, 20 രൂപയൊക്കെയാണ് ഈ പെൻസിൽ ബോക്സിൻ്റെയൊക്കെ വില വരുന്നത്. പിന്നെ വാട്ടർ ബോട്ടിൽ 59 രൂപ, 19 രൂപ ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട്. വാട്ടർ ബോട്ടിൽ തന്നെ ഇവിടെ 4 കളക്ഷൻസ് ആയിരുന്നു. ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അത്ര അടിപൊളി കളക്ഷൻ. പക്ഷെ എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലായിരുന്നു എനിക്ക് വേണ്ടത്. 45 രൂപ, 35 രൂപ, 25 രൂപ, 55 രൂപ, അങ്ങനെ പല റേറ്റിനായിരുന്നു അവിടെ ഉള്ളത്. എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതും. ഇവിടുത്തെ ഓഫേഴ്സ് കേട്ടാൽ നിങ്ങൾ ഞെട്ട്, അത്ര അടിപൊളി ഓഫേഴ്സാണ്. ഒരു ബുക്ക് എടുത്താൽ ഒരു ബുക്ക് ഫ്രീ. അങ്ങനെ ഒരു സെറ്റ് ബുക്കിന് ഒരു സെറ്റ് ബുക്ക് വീണ്ടും ഫ്രീ. ഇവിടുന്ന് തന്നെ 10 ബുക്ക് എടുത്താൽ 10 പേനയും ഫ്രീ ആണ്. അതും 1-2 രൂപയുടെ പേനയല്ല, 10ന്റെ പേന നമുക്ക് 10 ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ ഈ 2 ബുക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ സ്റ്റാപ്ലറിന്റെ കളക്ഷൻ കാണിച്ചു തരാം. ഒരു സ്റ്റാപ്ലർ പിന്നിന് ഒരെണ്ണം ഫ്രീ, അങ്ങനെ അതിന്റെ പിന്നും ഫ്രീ ആയിട്ടോ. അത് വളരെയധികം ലാഭമായിരുന്നു. അപ്പം ഞങ്ങളത് 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൺഫ്യൂഷൻ അടിച്ചൊരു സ്ഥലമാണ് ഈ പൗച്ചിൻ്റെ സ്ഥലം. കാരണം അത്രയ്ക്കും ഒരുപാട് കളക്ഷൻസ് ആയിരുന്നു ഈ പൗച്ചിൻ്റെ സ്ഥലത്തെന്ന് വെച്ചാൽ. ഞാൻ ഏതാണ്ട് 1.5-3 മണിക്കൂർ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തായിരുന്നു. ഏതെടുക്കണം ഡൗട്ടായിരുന്നു. ഞാൻ അങ്ങനെ ഈ പൗച്ച് നോക്കി, പിന്നെ ഈ വൈറ്റ് കളർ പൗച്ച് നോക്കി, പിന്നെ അതാണ്ട് ഇതിനൊക്കെ ബിലോ 25 രൂപ ഉള്ളൂ ഇതിനൊക്കെ. പിന്നെ അവസാനം ഈ ഒരു 3D പൗച്ചാണ് എടുത്തത്. പിന്നെ ഒരു ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വില നോക്കണ്ട, അങ്ങനെ എടുത്താൽ മതി. ആ കാണിച്ച പൗച്ചിന് വെറും 35 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വാട്ടർ ബോട്ടിലിൻ്റെ കളക്ഷൻ. വണ്ടി, ബസ്, സ്കൂൾ ബസ്, വാൻ, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഇവിടുന്ന് സെലോ ടേപ്പ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ CD മാർക്കറും ഇൻസ്ട്രുമെന്റ് ബോക്സ് ഞാൻ എവിടെയെങ്കിലൊക്കെ കൊണ്ടുകളയും. അതുകൊണ്ട് വീണ്ടും അത് വാങ്ങിച്ചു. ഇവിടുത്തെ പൗച്ചിലെ കളക്ഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ക്യൂട്ടാണ്, എത്ര അടിപൊളി കളക്ഷൻ. ഇവിടുത്തെ വാട്ടർ ബോട്ടിലെ കളക്ഷൻ ഞാൻ പറഞ്ഞല്ലോ 4 തരമാണ് ഉള്ളത്. ഇത് സ്റ്റീലിൻ്റെ ആട്ടോ. നല്ല വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാൻ സെലോ ടേപ്പും ഡബിൾ സൈഡ് ടേപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് 2 സെലോ ടേപ്പ് അങ്ങ് വെച്ചു. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 ഷീറ്റ് ഇതേപോലത്തെ നെയിം സ്ലിപ്പ് കിട്ടി. ഞങ്ങൾ ചെരുപ്പ് നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെരുപ്പും എൻ്റെ ഈ ചെരുപ്പും ഏതാണ്ടൊക്കെ സാമ്യമില്ലേ? നോക്കുമ്പോൾ അതാ ഒരു കണ്ണാടി. പിന്നെ കണ്ണാടി കിട്ടി നമ്മൾ വിടും. എന്നിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമ്മയ്ക്ക് നൂല് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ നൂല് വാങ്ങിക്കാണ്ട് നമ്മൾ കയറി ബില്ലൊക്കെ അടയ്ക്കാൻ നേരത്തെ ആ കൗണ്ടർ സെക്ഷൻ നോക്കിയപ്പോൾ എൻ്റെ മോനെ എന്ത് ക്യൂട്ടായില്ലേ. പക്ഷെ അപ്പോൾ തന്നെ ബില്ല് കിട്ടി. ബില്ല് കിട്ടിയ സ്ഥിതിക്ക് നമ്മളവിടെ നിൽക്കാൻ പാടില്ല, ഇറങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നോക്ക് ഉണ്ടാക്കുന്ന കടപ്പുണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തിൻ്റെ പോലെ. പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ ചേരുന്ന അറിയില്ല. അങ്ങനെ ചെരുപ്പ് എടുക്കാനായിട്ട് നമ്മളൊരു ഷൂ ആണ് നമ്മൾ നോക്കിയത്. അവസാനം ഈ ബ്ലാക്ക് കളറിലെ ഈ ഷൂ ആണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തത്. സെലക്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ കാലിലൊക്കെ ഇട്ട് ഫിറ്റ് ആണോ നോക്കണം. അങ്ങനെ നമ്മൾ ഫിറ്റ് ആണെന്നൊക്കെ നോക്കി അങ്ങനെ നല്ലൊരു അടിപൊളി ഷൂ ആയിരുന്നു. നമ്മളപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. വിശപ്പിൻ്റെ വില ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പോക്കറ്റ് ഷോപ്പിൽ 2 വാങ്ങിക്കാന്ന്. ഈ വലുതല്ല, ഈ ചെറുത് 2. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പിന്നെ വെള്ളം വേണ്ടേ എന്നൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ വെള്ളമൊക്കെ വാങ്ങിക്കാനായിട്ട് എത്തി പോയിട്ടുണ്ട്. അങ്ങനെ 25 രൂപയുടെ ഈ പോക്കറ്റ് ഷോപ്പിൽ 2 എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് പാഴ്സലാണ് വാങ്ങിച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി. ദാഹിച്ച് അവശയായി നിൽക്കുന്ന എൻ്റെ മുമ്പിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ തണുത്ത വെള്ളമൊക്കെ മോന്തി കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് റോഡിലൊക്കെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കണോ വേണ്ടായോ എന്നൊരു ഡൗട്ടായിരുന്നു. പിന്നെ അവസാനം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നടന്ന് എസ്ബാർജ് വരെ എത്തിയാൽ പോരല്ലോ, ബാക്കി നടക്കണ്ടേ. അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വരെ നടന്നു. പിന്നെ നമ്മൾ ബസ്സൊക്കെ കയറി എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ടയേർഡായിരുന്നു. പിന്നെ ക്രിസ്മസ് അപ്പൻ ഗിഫ്റ്റും കൊണ്ട് പോകുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ തോളിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാം കെട്ടി നമ്മളെ പാഴ്സ് ഷവർമയൊക്കെ പൊട്ടിച്ച് അടിച്ച് പെരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് കാണിച്ചു തരാം. ഇവിടെ ആകുമ്പോൾ അപ്പുറത്തൊരു പൂച്ചയുണ്ട്. അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ബ്രഷ് പെന്ന്, പിന്നെ 2 വാട്ടർ ബോട്ടിൽസ് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 10 പേന ഫ്രീ, 10 അല്ല 12 പേന ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ മറ്റേ ബുക്ക് വാങ്ങിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫയൽ, പിന്നെ ഈ A4 ഷീറ്റ്, ബൗണ്ട് പേപ്പർ, അത് പിന്നെ വരെയുള്ളത്, പിന്നെ അസൈൻമെൻറ്റ് പേപ്പർ, അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഫൈനൽ നിമിഷം ബില്ലടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെടുക്കണോ എന്നൊക്കെ ഡൗട്ടായി. അങ്ങനെ ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ ഇതായിരുന്നു 5 ബുക്ക് വാങ്ങിച്ചപ്പോൾ അതിന് സെറ്റായിട്ട് വീണ്ടും 5 ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ 2 ദിവസം വാങ്ങിച്ച് 10 10 പേന ഫ്രീ.
ഇതാട്ടോ 5 ബുക്ക് 5 ഫ്രീ ആ രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ഈ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിനകത്ത് ഉൾപ്പെടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ എണ്ണ ഇങ്ങനെ തല തേക്കുന്ന ആ സാധനം. പിന്നെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തു. പിന്നെ ഈ കാലിൽ മറ്റെന്തോ സംഭവമില്ല അത് മാറാനായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ടങ് ക്ലീനർ, ഈ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആ ബ്രഷ്, എൻ്റെ പൗച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല 3D ആയിട്ടുണ്ടായിരുന്നു. ഇതിന് 35 രൂപ 45 രൂപ വില ഉള്ളൂ. 35 രൂപ. പിന്നെ ഈ 3 ഷീറ്റ് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പെന്നും കിട്ടി. പിന്നെ ഇതുപോലെ തന്നെ 3 ഷീറ്റ് നെയിം സ്ലിപ്പും കിട്ടി. അത്യാവശ്യം നല്ല ലാഭം തന്നെയാണ്. അവിടെ ആണെങ്കിൽ മറ്റേ കാറിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേപോലത്തെ ഇത് ബാർബി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് തന്നെ കേട്ടോ ഇത്. പിന്നെ നമ്മൾ സ്റ്റാപ്ലെയർ ഒന്നിനൊന്ന് ഫ്രീ ആയിട്ട് നമ്മൾ യെല്ലോ കളറിലെയും പിന്നെ വൈറ്റ് കളറിലായിരുന്നു സ്റ്റാപ്ലെയർ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ പിന്നെയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിനൊന്നും ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ലാവിഷായിട്ട് വാങ്ങിക്കാൻ പറ്റും സാധനങ്ങളൊക്കെ. പിന്നെ സെല്ലോ ടേപ്പ് 2 നമ്മളതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ വീട്ടിൽ ചെന്ന് ഒരു വട്ടം കാണിച്ചത് CD മാർക്കർ. പിന്നെ ഈ ഒരു കോംബോ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു റോൾ ചെയ്യുന്ന ഈ പേപ്പറില്ല അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രാൻസ്പെറൻറ്റ് ആ ഒരു രീതിയിലാണ് വാങ്ങിച്ചത്. അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് തന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് ഇട്ടുള്ള അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ 3 അത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 35 രൂപ എന്തായിരുന്നു ഒരെണ്ണത്തിന് വില വരുന്നത്. പിന്നെ പേപ്പർ ക്ലിൻ്റെ 2 എടുത്ത് ഒരെണ്ണം ഫ്രീ ആയിട്ടുള്ള അങ്ങനെ ആ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ 4 ബുക്ക് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൗച്ച് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇതേപോലെ സെറ്റ് ബുക്ക് ഒരു സെറ്റോടെ ബുക്ക് വാങ്ങിച്ചു. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒരുപാട് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിൻ്റെ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. മീൻസ് ഓരോ സ്കെയിലൊന്നും കാണുന്നില്ല. പിന്നെ ഈ നെയിം സ്ലിപ്പാണ് ആവശ്യം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 ഷീറ്റ്. അങ്ങനെ ടോട്ടൽ ഇത്രയും സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.